പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നാം അന്ത്യകാലത്തേക്ക് അടുത്തു വരികയാണ്. യേശു അന്ത്യകാല ലക്ഷണങ്ങളെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞ് അനേകർ എന്റെ നാമത്തിൽ വന്ന് പലരെയും വഴിതെറ്റിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ തന്നെ അനേക കള്ളപ്രവാചകന്മാരും പല അത്ഭുതങ്ങൾ ചെയ്യുന്നത് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ദൈവവചനത്തിന്റെ അറിവും ജ്ഞാനവും പിൻബലവും ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും നമ്മളെ വഴിതെറ്റിക്കുവാൻ സാധിക്കുന്നതല്ല. നാം ഓരോ വ്യക്തികളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്നവരായിരിക്കണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാലായിരിക്കണം നാം ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. 6 വാക്യത്തിൽ നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജനത ജനതയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധിയും അവിടെ ഇവിടെയായി ഉണ്ടാകും. ഓരോ ദിവസവും നാം യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുകയും അത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. ഹല്ലേലൂയ. ഇതിലൂടെ പലയിടങ്ങളിലും ക്ഷാമങ്ങളും പല രാജ്യങ്ങൾ വളരെ അവിടുത്തെ ജനതകൾ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും ഗസയുമായി തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ആമോസ് പ്രവാചകൻ 1 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ഞാൻ ഗസയുടെ മതിലിനകത്തൊരു തീ അയക്കും, അത് അതിന്റെ അരമനകൾ ചുട്ടുകളയും. ഹല്ലേലൂയ. അത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ജനത ജനതയോടും രാജ്യം രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നാം അത് പഠിക്കുവാനോ അത് വായിക്കുവാനോ നാം മനസ്സ് വെക്കുന്നില്ല. ഒരു ഭവനത്തിൽ 3-4 ബൈബിളുണ്ട്. അത് തുറന്നു വായിക്കുവാൻ ആരും മനസ്സ് വെക്കുന്നില്ല. മനുഷ്യരുടെ ഹൃദയത്തിൽ ഇങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്: ഒരു വൈദികർക്കോ പാസ്റ്റർമാർക്കോ അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചവർക്കും മാത്രമേ ആ വചനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവൂ എന്നാ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ അത് തെറ്റായ ചിന്തയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോ വ്യക്തികളും ദൈവസന്നിധിയിൽ വചനത്തിന്റെ സത്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതിനുത്തമ ഉദാഹരണമാണ് ഞാൻ. എനിക്ക് ബൈബിൾ എത്ര പുസ്തകമുണ്ടെന്നോ എത്ര അധ്യായമുണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഒരറിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. ഞാൻ അന്വേഷിച്ചു, ഞാൻ കണ്ടെത്തി. ഹല്ലേലൂയ. ഞാനൊരു അന്വേഷണത്തോടെ വചനം വായിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്നെ സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ. യോവേൽ പ്രവാചകന്റെ 2 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: സിയോനിൽ കാഹളമൂതുവീൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അതടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വരുന്ന സെപ്റ്റംബർ 24 ഇസ്രായേലിൽ 100 കാഹളങ്ങൾ ഒരുമിച്ച് ധ്വനിപ്പിക്കുവാൻ പോകുകയാണ്. ഇന്നേ വരെ ലോകം കാണാത്ത ചരിത്രത്തിലെ മഹാകാഹളം ധ്വനിപ്പിക്കുകയും മുഴു ലോകവും അത് കാണുവാനും ഇടയാകും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവരൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിന്റെ വചനമടിസ്ഥാനത്തിലാണ്. വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ ദിവസം അടുത്തിരിക്കുകയാണ്.
വെളിപ്പാട് പുസ്തകം 22-ന്റെ 12, 13 വാക്യത്തിൽ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒന്നാമനും ഒടുവിൽത്തവനും ആദിയും അന്തനും ആകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനിയും ഈ പാപം നിറഞ്ഞ ലോകത്തിന്റെ പിറകിൽ സഞ്ചരിക്കാതെ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ, ശാപങ്ങൾ ഏറ്റ് ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് വിശുദ്ധിയോടെയും വേർപാടോടെയും അനുദിനം നാം ജീവിക്കുന്നവരായി മാറാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.